Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. നടതുറപ്പ് മഹോത്സവത്തിന്റെ 9ാം നാൾ തിരുവൈരാണിക്കുളത്തേക്ക് ഭക്തജനപ്രവാഹം. കേരളത്തിന്റെയും അയൽ സംസ്ഥാനങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശ്രീപാർവതി ദേവിയുടെ തിരുനടയിലേക്ക് ഒഴുകിയെത്തുന്നത്. ജനുവരി 23-ന് രാത്രി 8 മണിക്ക് ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് സമാപനമാകും. അഭീഷ്ടവരദായകനും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി വാണരുളുന്ന പുണ്യദേശമാണ് തിരുവൈരാണിക്കുളം. കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതി ദേവിയും ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കൂ എന്നതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ സവിശേഷത. ഈ ദിവസങ്ങളിൽ ദേവീ ദർശനം നടത്തുന്നവർക്ക് മംഗല്യ സൗഭാഗ്യവും ഇഷ്ടസന്താന ലബ്ധിയും ദീർഘമംഗല്യവും കൈവരുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരാണ് നടതുറപ്പ് വേളയിൽ ദേവീ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. തീർത്ഥാടകരിലേറെയും സ്ത്രീകളാണെന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും തിരുവൈരാണിക്കുളം ക്ഷേത്രം അറിയപ്പെടുന്നു. ജനുവരി 12-നാണ് ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. 8 ദിവസം പൂർത്തിയാകുമ്പോൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. തീർത്ഥാടകർക്കായി അതിവിപുലമായ സൗകര്യങ്ങളാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ പുലർച്ചെ 4 മുതൽ രാത്രി 9 വരെയാണ് ശ്രീപാർവതി ദേവിയുടെ നട തുറന്നിരിക്കുന്നത്. ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിന് 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ക്യൂ കൂടാതെ മുൻകൂർ ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. പ്രധാന വഴിപാടുകളായ മഞ്ഞൾപ്പറ, എള്ളുപറ, നെൽപ്പറ തുടങ്ങിയവ നിറയ്ക്കുന്നതിന് ശ്രീ മഹാദേവന്റെയും പാർവതീദേവിയുടെയും നടയ്ക്കൽ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവീപ്രസാദമായ അരവണ പായസം, അപ്പം, അവിൽ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം കൗണ്ടറുകളും പ്രവർത്തിക്കുന്നു. ക്ഷേത്രസന്നിധിയിൽ പുള്ളുവൻ പാട്ട് സമർപ്പിക്കുന്നതിനും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നടതുറപ്പ് ദിനങ്ങളിൽ രാവിലെ 9:30 മുതൽ കഞ്ഞി, പുഴുക്ക്, അച്ചാർ എന്നിവയടങ്ങിയ അന്നദാനത്തിനായും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ ടൂറിസം വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മണ്ഡപത്തിലാണ് അന്നദാനം നടക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ക്രമസമാധാന പരിപാലനത്തിനുമായി പോലീസിന്റെയും പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളുടെയും വോളണ്ടിയർമാരുടെയും സജീവ സാന്നിധ്യവും ക്ഷേത്ര പരിസരത്ത് ഉറപ്പാക്കിയിരിക്കുന്നു.
ഫയർഫോഴ്സ്, KSEB എന്നീ സർക്കാർ വകുപ്പുകളുടെയും ഓഫീസുകൾ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സമീപ ഡിപ്പോകളിൽ നിന്ന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നു. ഇതിനു പുറമെ തീർത്ഥാടന പാക്കേജിൽപ്പെടുത്തി KSRTCയുടെ സർവീസുകളും നടന്നുവരുന്നുണ്ട്. വാഹന പാർക്കിങ്ങിനായി അതിവിശാലമായ 5 പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം. നടതുറപ്പ് ഉത്സവത്തോടനുബന്ധിച്ച് ഒട്ടേറെ താൽക്കാലിക വ്യാപാര സ്റ്റാളുകളും ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിച്ചു വരുന്നു. 23 രാത്രി നട അടയ്ക്കുന്നതുവരെ ഉത്സവ പ്രതീതിയിലാകും തിരുവേരാണിക്കുളം ഗ്രാമം. കർശനമായ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നടതുറപ്പ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നതെന്നും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.